ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് എത്ര രൂപ പിരിച്ചു എന്ന് ആൾക്കൂട്ടത്തിനിടയിൽ പറയേണ്ട കാര്യമില്ല എന്ന്. എത്ര രൂപ പിരിച്ചു എന്ന് ഒരാൾക്കൂട്ടം ചോദിക്കുമ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ് പൈസ പിരിച്ചത്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന്, ഇവിടുത്തെ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന്, ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന്. ആ പിരിച്ച തുകയുടെ കണക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് പോലും പറയാൻ വേണ്ടി കഴിയുന്നില്ല. ആ സംസ്ഥാന അധ്യക്ഷനെതിരെ സംഘടനാ നടപടി സ്വീകരിച്ച സംഘടനയുടെ പേരാണ് കോൺഗ്രസ്. എന്നിട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്ന് അയാളെ പിന്നെയും വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവര് ആശ്രമ സ്കൂളിന്റെ വിഷയം പറഞ്ഞു. ആശ്രമ സ്കൂൾ ഇവിടുന്ന് മാറ്റരുത് എന്ന് പറഞ്ഞ് ORK മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് സമരം നടത്തിയ സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് ആണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ബഡ് സ്കൂളിന്റെ പ്രവർത്തനം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ട് പിന്നെ മാറ്റാതായി പോയത്. ഇത്തരത്തിൽ ഇവിടെ വസ്തുതാവിരുദ്ധമായ കാര്യം മാത്രമാണ് കോൺഗ്രസ് പ്രതിനിധി എന്നുള്ള നിലയിൽ പറഞ്ഞു പോകുന്നത്. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ BJP പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും ഒരേ നിലപാട് സ്വീകരിച്ചാ പോകുന്നത്. എല്ലാ വിഷയങ്ങളും ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെയും BJP പ്രതിനിധിയും കൂടി ഒരു പായ വിരിച്ച് അവിടെ ഒരുമിച്ചിരുത്തി സഹദേവേട്ടനെ ഇങ്ങോട്ട് മാറ്റി നിർത്തിയാൽ മതിയാവും.